മക്കൾ രണ്ടുപേരും പഠിക്കാൻ പോകുന്ന എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യം തന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ പലഹാരത്തിന് അപ്പമായിരുന്നു. അപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും അപ്പമൊക്കെ ചുട്ടു കൊടുത്തു. അവരതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തിന് ഞാൻ വന്നിട്ട് ചോറിനുള്ള അരി കൂടി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. മോളാണ് ആദ്യം പോകുന്നത്, അതുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ് ആദ്യം റെഡിയാക്കിയത്. മോൾക്ക് കൊണ്ടുപോകാൻ വെള്ളവും ഒരു പാത്രവും ഇത് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ബാക്കി ഫുഡെല്ലാം അവൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ സ്നാക്സ് കൂടി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സ്നാക്സും റെഡിയാക്കി രണ്ടുപേരും കൂടി താഴേക്ക് പോകുന്നു. കുറച്ച് താഴേക്ക് ഇറങ്ങി നിൽക്കണം. മോളുടെ വണ്ടി വന്നു, അവൾ പോയ ശേഷം ഞാൻ വന്നിട്ട് കാപ്പി കുടിച്ചു. അപ്പവും തലേന്നത്തെ മീൻകറിയും ചായയുമാണ് കുടിച്ചത്. പിന്നെ മോന് കൂടി പാല് കാച്ചി കൊടുത്തു. അപ്പോൾ അതുകൂടി കുടിച്ചിട്ടാണ് പോവാറ്. അതിനുശേഷം അവനെ റെഡിയാക്കി. അവന് വെള്ളവും ഒരു ജോഡി ഡ്രസ്സും തൊപ്പിയും ഇത്രയാണ് മോൻ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതെല്ലാം എടുത്ത് റെഡിയാക്കി 9:30-ക്കാണ് അവന് ക്ലാസ്. ആ സമയത്തിന് അവനെയും റെഡിയാക്കി കൊണ്ടാക്കണം. അപ്പോൾ നടന്നാണ് ഞങ്ങൾ പോകാറ്. എന്നും എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ മോൻ നടക്കാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അവൻ. അല്ലെങ്കിൽ എപ്പോഴും എടുത്തുകൊണ്ടാണ് കൊണ്ടാക്കാറ്. മോനെ കൊണ്ടാക്കി തിരിച്ച് വന്നപ്പോൾ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായി. ഞാൻ പച്ചക്കറിയൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് അറിയാമെന്നുള്ള ആളായതുകൊണ്ട് സംസാരിച്ച് നിന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ വരുമ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. എൻ്റെ മോൻ പോകുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ട് പോയ പണിയാണ്. ഇനി അവൻ വരുന്നതിന് മുന്നേ ഇതെല്ലാം എനിക്ക് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഉച്ചക്കത്തേക്ക് ഒരു മെഴുക്ക് വരട്ടിയും റെഡിയാക്കി മീൻ കലക്കി അടുപ്പിലേക്ക് വെച്ചു. ഇന്ന് മീനും മെഴുക്ക് വരട്ടിയും ചോറുമാണ് കറി. അപ്പോൾ ഇതെല്ലാം അടുപ്പിൽ റെഡിയാവുന്ന നേരം കൊണ്ട് ഇതായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം.